ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 17 മുതൽ മാർച്ച് 23 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഭാരതീയ ജ്യോതിഷത്തിൽ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, ഗ്രഹങ്ങളായിട്ടല്ല കണക്കാക്കുന്ന, ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. ഭാരതീയ ഒരു ആചാരപ്രകാരം എല്ലാം നമ്മൾ പേഴ്സോണിഫൈ ചെയ്യാറുണ്ട്. നദികളെയൊക്കെ അല്ലേ, ഗംഗ, യമുന, അതെല്ലാം ദേവിമാരായിട്ടും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഹിമാലയ പർവ്വതത്തിന് ഹിമവാൻ എന്നുള്ളൊരു സങ്കല്പം. ഇങ്ങനെ എല്ലാത്തിനെയും നമ്മൾ ഓരോ മൃഗമായാലും ഒരു വൃക്ഷമായാലും നമുക്കൊരു ദേവതാ സങ്കല്പം കൂടിയുണ്ട് എന്നുള്ളത്. നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൽ, മോഡേൺ സയൻസിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാസ്തു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നിറങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏത് വസ്തുവിലും നമ്മൾ സ്പർശിച്ചാൽ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകാം, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. എന്തിൻ്റെ സാമീപ്യമാണ് നമുക്ക് ഉയർച്ച നൽകുന്നത്, പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ, എന്തിൻ്റെ പ്രോക്സിമിറ്റിയാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള പല സങ്കല്പങ്ങളും എല്ലാ വസ്തുക്കളും അങ്ങോട്ടുമുള്ളൊരു ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്, അതിൻ്റെ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജ്യോതിഷവും വരുന്നത്. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങളും ഇതിനകത്ത്, ഗ്രഹങ്ങൾ മാത്രമല്ല, വാസ്തു, ബേസിക് ഹൊറോസ്കോപ്പ്, അടിസ്ഥാന ജാതകം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വാരഫലം, മാസഫലം, വാർഷിക ഫലം, അത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി, അവയുടെ ശക്തി, ഏത് രാശിയിലാണ്, ഏത് ഡിഗ്രിയിലാണ് ആ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മളിൽ എന്തൊക്കെ മാറ്റം വരുന്നു. ഓരോ വ്യക്തിയിലും അത് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഭാഗ്യമുള്ള ഒരാൾക്ക് കൂടുതൽ ഭാഗ്യം വരും, ആ ഭാഗ്യം വളരെ എളുപ്പം വരും. ഭാഗ്യക്കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ പോലും, ചാരവശാൽ അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ പോലും ഭാഗ്യം വരുന്നതിൽ ഇങ്ങനെ വളരെ പതുക്കെ സ്ലോനെസ് അതിനകത്ത് അനുഭവപ്പെടും. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രത്തോളം ഭാഗ്യം അങ്ങോട്ട് ലഭിക്കണമെന്നില്ല. ഭൗതിക ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരേ ക്വാളിഫിക്കേഷനും ഒരേ മെറിറ്റുമുള്ള ഒരു കുട്ടിക്ക് കുറേ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കും, ചിലർക്ക് ജോലി ലഭിക്കാൻ വൈകും. അതിൻ്റെ ഒരു റീസൺ നമ്മൾ കണ്ടുപിടിക്കാൻ, ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു കാരണം, ആ കുട്ടി ഹി ഓർ ഷീ ഗോട്ട് സെലക്റ്റഡ്, എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂ ബോർഡ് വാസ് ഇംപ്രസ്ഡ്, അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റിൽ അങ്ങനെ വന്നു, മെറിറ്റിൽ എന്തോ അങ്ങനെ വന്നില്ല എന്നൊക്കെയുള്ള ഉത്തരം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്ന ഭാഗ്യം, ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ. അതിന് നമ്മൾ എന്ത് നിർവചനം കൊടുത്താലും നമ്മൾ ഭൗതിക ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയായാലും സാമ്പത്തിക നിലയായാലും വിവാഹമായാലും പലപ്പോഴും ഈ ലക്ക് ഫാക്ടറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും, ജാതകമൊന്നും നോക്കിയാലും നോക്കിയില്ലെങ്കിൽ പോലും എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഒരു പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണെങ്കിലും ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡിലേ ഫാക്ടർ, വൈകും എന്ന് മാത്രമല്ല, അവരർഹിക്കുന്ന രീതിയിലുള്ള ചിലപ്പോൾ ഒരു വിവാഹം അങ്ങനെ കിട്ടണമെന്നും ഇല്ല, അതിൽ വളരെയധികം വൈകാം. ചിലർക്ക് അങ്ങനെയല്ല, വിവാഹം ആലോചിക്കേണ്ട താമസമേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ നമ്മൾ പറയുന്ന ഒരു ക്വാളിറ്റീസ് പലതും അല്പം കുറവുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഒരു വിവാഹം, അത് വളരെ നല്ല വിവാഹം എന്ന് ആൾക്കാർ പറയുന്ന രീതിയിലുള്ളൊരു വിവാഹം ലഭിക്കാനുള്ള, അവിടെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഭാഗ്യം ഉണ്ടാകാറുണ്ട്. പിന്നെ വിവാഹ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വളരെ ഭാഗ്യത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഒരു വിവാഹ ജീവിതം ചിലർക്കൊക്കെ ലഭിക്കുന്നു. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാൾക്കായിരിക്കും അത്രയും നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആദ്യം നമ്മൾ വിവാഹം കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഭാഗ്യം. അത് അവിടെ പറയുന്ന ആ പേഴ്സൺ, ആ വ്യക്തിയുടെ, പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ, ഫിനാൻഷ്യൽ, ഫിസിക്കൽ ലെവൽസ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഭാഗ്യം. പിന്നെ ലൈഫ് അങ്ങോട്ട് അൺഫോൾഡ് ചെയ്യുമ്പോഴേക്കും ആ ക്വാളിറ്റി എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഇൻറ്റിമേറ്റ് ആണ്, ഹാപ്പിയാണ് എന്നുള്ളതിനാണ് പ്രാധാന്യം. അതൊരു പക്ഷേ നമ്മുടെ അസസ്മെൻ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കായിരിക്കില്ല അത്രയും നല്ല വിവാഹം കിട്ടുന്നത്. അവിടെയാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്ന ഭാഗ്യം വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ്. ലക്ക് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭൗതിക ജീവിതത്തിൽ. ജോലിയിലായാലും വിവാഹ കാര്യത്തിലായാലും ആരോഗ്യ കാര്യങ്ങളിലായാലും ഒക്കെ നമ്മൾ വേറെ വാക്കില്ലാത്തതുകൊണ്ട് ഒരു വാക്ക് ഉപയോഗിക്കുന്നു, ഭാഗ്യം. ചിലർ പറയും ദൈവാധീനം. ദൈവാധീനം
പ്രശ്നമുണ്ട് കുട്ടിക്ക്, അതാണ് ഇത്രയും നല്ല വിവാഹം കിട്ടിയത്, നല്ലൊരു ജോലി കിട്ടിയില്ലേ എന്നൊക്കെ പറയുന്ന പലപ്പോഴും ആ ഒരു വാക്ക് അങ്ങോട്ട് ഉപയോഗിക്കും, ദൈവാധീനം എന്നുള്ള വാക്ക്. എന്തായാലും ദൈവാധീനം സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആണ് ഈ പ്രോഗ്രാം കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുക. കാരണം പരിഹാരത്തിനാണ് ഈ പ്രോഗ്രാമിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ഒരു ആചാരപ്രകാരം, ഭാരതീയ ആചാരപ്രകാരം ഗ്രഹദേവതമാരുടെ തൃപ്തി കൊണ്ട്, ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ദേവതമാരെ കൊണ്ട് നമ്മൾ അനുഗ്രഹം നമുക്ക് സ്വാംശീകരിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ദോഷഫലങ്ങൾ കുറയുമെന്നും ശുഭഫലങ്ങൾ വർദ്ധിക്കും എന്നുമാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രോഗ്രാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പരിഹാരങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാധ്യതകൾ പറഞ്ഞുകൊണ്ട് ആ സാധ്യതകൾ, അനുകൂലമായിട്ടുള്ള സാധ്യതകൾ എങ്ങനെ മെച്ചപ്പെടുത്താം, അനുകൂലമല്ലാത്ത ചില സൂചനകളുണ്ടെങ്കിൽ അത് എങ്ങനെ ഒന്ന് മയപ്പെടുത്താം എന്നുള്ള സങ്കല്പത്തിലാണ് പരിഹാര നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സമർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ ഈ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പ്രാർത്ഥനയ്ക്ക്, ജപധ്യാനാദികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പൊക്കോളൂ, ജീവിത വിജയമുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ടാവും. വിശ്വാസത്തിൽ നിന്ന് നമുക്ക് സമാധാനവും സന്തോഷവും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഭാരതീയ ആചാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസം. ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. കഴിഞ്ഞ വാരത്തിലൊക്കെ കുടുംബകാര്യങ്ങളിലൊക്കെ അല്പം ടെൻഷൻ ഉണ്ടാകും. അതായത് ജീവിത പങ്കാളിക്കൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ വന്നിട്ട് ഭൗതികമായിട്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ കുറച്ച് ഗൃഹത്തിനകത്തൊരു സമാധാനക്കുറവോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ വരാം. അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടോ മാനസികമായിട്ടുള്ള ഒരു ടെൻഷനോ പരിഭ്രമം എന്നൊക്കെ നമ്മൾ പറയുന്ന കാരണങ്ങൾ കൊണ്ട് കുടുംബത്തിനകത്ത് പൊതുവേ ചെറിയ രീതിയിലൊരു മനസ്സമാധാനക്കുറവ് വന്നിട്ടുണ്ടാകാം. യാത്രാ അലച്ചിൽ, ചെറിയ ക്ലേശമൊക്കെ ഉണ്ടാകും. വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഒരുപക്ഷെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അല്പം ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് അല്പം ഒരു ടെൻഷനും പ്രയാസവും ഒക്കെ വന്നിരിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ വാരത്തിൻ്റെ ഒരു സൂചന. ആ കഴിഞ്ഞ വാരത്തിനേക്കാൾ മെച്ചമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, അതായത് മനസ്സിന് അല്പം കൂടി സമാധാനം, സന്തോഷം. ഈ അല്പം കൂടി എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു കാരണം പൂർണ്ണമായിട്ട് അവിടെ പറയാത്ത വ്യാഴൻ, അതായത് ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴൻ അത്ര അനുകൂലമായിട്ടുള്ള സ്ഥലത്തല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ, ഈ മാനസികമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളിലുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുവാൻ കഴിയും. അപ്പം അതിനായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വ്യാഴാഴ്ച വ്രതമെടുക്കുക, ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ കഴിപ്പിക്കുക, ദിവസവും ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കും. വ്യാഴാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനവും വ്യാഴന് പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുന്നതും ഉത്തമമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരം തന്നെയാണ്. വരുമാനം കൂടുതലോ അല്ല വരുമാനത്തിൽ ഒരു സ്റ്റാറ്റസ്കോ ഒരു മെയിൻ്റനൻസോ ഒക്കെ ഉണ്ടാവും. ചിലവുണ്ടാവുമെങ്കിലും അത് ആഘോഷങ്ങൾക്കോ നമ്മുടെ ഇഷ്ടപ്രകാരം ഉള്ള ചിലവോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ചിലവ് കൊണ്ട് മനസ്സിന് സന്തോഷക്കുറവല്ല, സന്തോഷമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയാം. ഔട്ടിങ് ഉണ്ടാവാം, പാർട്ടിയിങ് ഉണ്ടാകാം, അതുപോലെ ചില പിക്നിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മനസ്സിന് സന്തോഷം പകരുന്ന രീതിയിലുള്ള ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളെയൊക്കെ കാണുക, അല്ലെങ്കിൽ പരിചയക്കാരെ, കുറേ കാലമായിട്ട് കാണാത്ത പരിചയക്കാരെയൊക്കെ കാണുക. അപ്പോൾ ആ രീതിയിൽ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളും ഒക്കെ വരാം. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുള്ള കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വ്യാഴപ്രീതി, വിഷ്ണുപ്രീതി. അപ്പോൾ ഇത് അങ്ങോട്ട് അനുഷ്ഠിക്കുന്നതുകൊണ്ട് ജോലിയിലും ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. വരുമാനത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതും അങ്ങോട്ട് നീങ്ങിപ്പോകും. മനസ്സിന് പൊതുവെ സന്തോഷവും സമാധാനവും ഇതുകൊണ്ട് തന്നെ, പ്രാർത്ഥന കൊണ്ട് തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പുതിയ ജോലി എന്തെങ്കിലും തരപ്പെടുവാനോ അതിൻ്റെ സൂചനകളോ ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എങ്കിലും ഈ പഠിച്ചെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ ശ്രദ്ധയിൽ കോൺസെൻട്രേഷനിൽ ഒരു ലാപ്സ്, നമ്മൾ വ്യതിചലിക്കുക, മനസ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക മനസ്സ്, അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പഠിക്കാൻ കഴിയാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് വിനോദമൊക്കെ കുറച്ച് പഠന കാര്യങ്ങളിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്
എന്നുള്ളത് അത്യാവശ്യമാണ്. ബിസിനസ്സിൽ വരുമാനത്തിലൊരു സ്റ്റാഗ്നേഷൻ അനുഭവപ്പെടാതെ വരുമാനത്തിൽ അങ്ങോട്ട് കൂടുന്നില്ലല്ലോ ഇതിപ്പോൾ എന്താ എന്ന് ചിന്തിക്കുവാനും പിന്നെ വരുമാനത്തിലൊരു കുറവ് ചില മേഖലകളിൽ വരുവാനുമുള്ള സാധ്യത ഈ വാരം കാണുന്നു. അതിനോടൊപ്പം തന്നെ ചിലവ് കൂടാനും, അതായത് നമ്മുടെ എക്സ്പെൻസസ് ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു പോകാം, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ടെൻഷൻ ഏറെ കാണുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഗൃഹത്തിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ചിലവാകാം, ചില നഷ്ടങ്ങളും ഒക്കെ അതിനകത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീട് പണി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരും അത് അല്പം ഒന്ന് നീട്ടിവെക്കുന്നവർ നല്ലതാണ്. വാഹനം വാങ്ങുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം ഈ കാലത്ത് വാങ്ങരുത്. പിന്നീട് അത് വീണ്ടും റിപ്പയറൊക്കെ വരികയും നമുക്ക് വാഹനം ചിലപ്പോൾ ഒരു ചെറിയ ബാധ്യതയായി തീരാനും ഒക്കെയുള്ള സാഹചര്യം വരാം എന്നുള്ളതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ പർച്ചേസ് എന്ന് പറയുന്നത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം മതി. പിന്നെ ആരോഗ്യപരമായിട്ടും ചെറിയ പ്രയാസങ്ങൾക്കുള്ള സൂചന പ്രായമായവർക്ക് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും, അതായത് കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡ്സോ എന്തെങ്കിലും കൂടുതലാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ BP ഡയബറ്റിക് ആയിട്ടുള്ളവരും അതിനുള്ള സാധ്യതയുള്ളവരും ഒക്കെ അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കാലമാണ്. കാരണം ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങളുടെ സൂചന ഈ വാരം കാണുന്നുണ്ട്. വസ്തു വിൽക്കുക, വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും അല്പം ഒരു എക്സ്ട്രാ കോഷൻ വേണം എന്നുള്ളതാണ്. കാരണം വസ്തു വാങ്ങുമ്പോൾ പിന്നീട് എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം വസ്തു വാങ്ങുക. വസ്തു വിൽപ്പനയിലും ഇതുപോലെ തന്നെ ഇങ്ങനെ വൈകുക, കാര്യങ്ങൾ അങ്ങോട്ട് വൈകുക. ആരെങ്കിലും അഡ്വാൻസ് വന്നിട്ട് പിന്നെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വസ്തു വിൽപ്പനയിലും വാങ്ങലിലും വരാം. അതുപോലെ വിവാഹ കാര്യങ്ങളിലും ഒരു സ്റ്റാഗ്നേഷൻ, ഒരു നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുക എന്ന് പറയില്ല, ഒരു സ്റ്റാഗ്നേഷൻ അനുഭവപ്പെടും. ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് ജാതകമൊക്കെ വാങ്ങിയിട്ടും റെസ്പോൺസ് മറുപടി ഒന്നുമില്ല. ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നും. അവർ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള അവിചാരിതമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങൾ വിവാഹ കാര്യങ്ങളിൽ വരാം. പ്രണയ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ റോങ് ചോയ്സൊക്കെ നമുക്ക് വരാം. നമുക്കൊട്ടും ചേരാത്ത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം വരാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും, പ്രായം കുറഞ്ഞവർ പ്രത്യേകിച്ചും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബിസിനസ്സിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷനൊന്നും പറ്റിയ ഒരു സമയമല്ല. കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിനൊന്നും നല്ല സമയമല്ല എന്ന് പ്രത്യേകിച്ചറിയാം. പൊതുവെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ കുറയ്ക്കുവാനായിട്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം, ദേവീ ക്ഷേത്ര ദർശനം, അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം ഇവയൊക്കെ ഉത്തമമാണ് എന്നുള്ള കാര്യം അറിയാം. അവിടെ ഭാഗ്യസൂക്തം ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എന്തൊക്കെ പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ട് വരുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങളും ഒക്കെ തന്നെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി, മകൈര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപ സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാലവുമാണ്. അത് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ അകൽച്ച വരാം. നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പ്രവൃത്തി കൊണ്ടും ഒക്കെ നമ്മൾ ചില വേണ്ടപ്പെട്ടവർക്ക് അല്പം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹക്കുറവോ നീരസമോ ഒക്കെ തോന്നിയിട്ട് ചില പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വാക്കുകൾ, അന്യരുടെ വാക്കുകൾ പ്രത്യേകിച്ചും വളരെ വേണ്ടപ്പെട്ടവരായാൽ പോലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാലമല്ല. ഈ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മളാരെയും അങ്ങനെ വിശ്വസിക്കാറില്ല എന്നൊന്നും പറയാൻ നമുക്ക് ഭൗതിക ജീവിതത്തിൽ പലരെയൊക്കെ വിശ്വസിക്കേണ്ടി വരും. അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ പെർസെപ്ഷൻ വ്യത്യസ്തമാണല്ലോ. പക്ഷേ അഭിപ്രായം ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്നില്ല, അത് ശരിയാകണം എന്നില്ല. അവർക്കങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ തോന്നൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാകാം. വ്യക്തിബന്ധങ്ങൾ, അത് വിവാഹ നിശ്ചയ കാര്യത്തിലും ബിസിനസ്സിലും കച്ചവടത്തിലും ഒക്കെയാണ് അത് വരുന്നത്. ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു അവിടെ ബിസിനസ് ആരംഭിച്ചോളൂ കേട്ടോ, അത് നന്നായിരിക്കും. അത് ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പെർസെപ്ഷൻ അനുസരിച്ച് അത് അനുകൂലമാണ് എങ്കിലും അത് പ്രാക്ടിക്കൽ ലൈഫിൽ അത്ര അനുകൂലമാകണം എന്നില്ല എന്നുള്ളത് കൊണ്ട് അന്യരുടെ വാക്കുകൾ, അവിടെയാണ് അന്യരുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റിയ വാരമല്ല. അതിന് പകരം ആ ഫീൽഡിലെ എക്സ്പേർട്സിൻ്റെ അഭിപ്രായങ്ങൾ, പ്രൊഫഷണൽസിൻ്റെ അഭിപ്രായങ്ങൾക്കും, അതിനെയാണ് നമ്മൾ പറയുന്ന കാരണവസ്ഥാനീയർ, ആചാര്യസ്ഥാനീയർ. ആചാര്യസ്ഥാനീയർ എന്ന് പറയുമ്പോൾ ആ ഫീൽഡിലെ എക്സ്പേർട്സാണ്.
കാരണവസ്ഥാനികർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. പ്രണയിക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ടാവും യങ്സ്റ്റേഴ്സിന്. എല്ലാവരും പ്രണയിക്കുന്നതല്ല ഇതിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള ആ പ്രണയം അതുമാത്രമല്ലല്ലോ. നമ്മളെ ഭൗതിക ജീവിതത്തിൽ ഒരു സൗഹൃദം ഉണ്ടാകാം. ആ പുതിയ സൗഹൃദം നമുക്ക് വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കാം. അതിനേക്കാൾ ഉപരി ഒരാളുടെ കെയറിങ് ആയിട്ടുള്ള പെരുമാറ്റം, സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാക്കുന്ന സന്തോഷവും അതിനേക്കാൾ ഉപരി സമാധാനവും വളരെ വലുതാണ് എന്നുള്ള കാര്യം അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലരും പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന നമ്മുടെ പലരുടെയും ഒരു സ്വഭാവമാണ്. അങ്ങനെയല്ല. നമ്മൾ ഇഫ് യു ഓപ്പൺ യുവർ ഐസ് യു ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ വേൾഡ് അറൗണ്ട് എന്നാണ് കവി നമ്മൾ ആ കണ്ണുകൾ വേണ്ട രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം പകരുവാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് ആ ലോകത്തിലേക്ക്, സന്തോഷത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും എന്നാണ് ആചാര്യന്മാരും അത് സൂചിപ്പിച്ചത്. എല്ലാം മനസ്സാണല്ലോ അപ്പോൾ മനസ്സങ്ങോട്ട് യു ഹാവ് ടു ഓപ്പൺ ഇറ്റ് അപ്പ് എന്നുള്ളതാണ്. അപ്പോഴേക്കും മനസ്സിന് സമാധാനവും സന്തോഷവും വരുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ തനിയെ കിടന്നു വന്നോളൂ. അതിനൊരു ഈശ്വരാധീനം വേണം. അതുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രീകൃഷ്ണ പ്രീതി വരുത്തണം. ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ദിവസവും ജപിച്ച് വ്യാഴാഴ്ചകളിൽ 9 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ജപിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളിൽ കുറവുമൊക്കെ വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. എല്ലാ ഐശ്വര്യങ്ങളും വരാനുള്ള ഒരു ഭാഗ്യം ഈ വാരത്തിലെ സൂചനയുണ്ട്. ജോലിയിൽ ഉയർച്ച, സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ വരുമാന കൂടുതൽ, പിന്നെ ആഡംബരങ്ങൾ വാങ്ങാൻ വേണ്ടി പണം ചിലവാക്കുക, പുതിയ വാഹനമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു താല്പര്യം. അതിനേക്കാൾ ഉപരി നമുക്ക് മറ്റു പല കാര്യങ്ങളിലും തടസ്സമുണ്ടായിരുന്ന വസ്തുവിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസിലുണ്ടായിരുന്ന തടസ്സം, ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നൊരു വാരമാണ്. അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്ന വാരമാണ് എന്നുള്ളതുകൊണ്ട് പരദേവതാ പ്രീതി അത്യാവശ്യം വരുത്തണം. കുടുംബ പരദേവത ആരാണോ ആ ക്ഷേത്ര ദർശനം നടത്തി ഒരു കുങ്കുമാർച്ചനയും, ദേവീക്ഷേത്രമാണെങ്കിൽ കുങ്കുമാർച്ചനയും, വൈഷ്ണവവും ശൈവവും ആണെങ്കിൽ നമ്മളൊരു പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച്, കഴിയുമെങ്കിൽ ഒരു പായസ നിവേദ്യവും കഴിപ്പിച്ച് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദിവസവും ശിവസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക. എല്ലാ പ്രയാസങ്ങളും, ആരോഗ്യപരമായിട്ടുള്ള പ്രയാസം ഉൾപ്പെടെയുള്ള കാര്യ തടസ്സങ്ങൾ കൊണ്ട് മനസ്സിനുണ്ടാകുന്ന വ്യഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും മാറും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വൈകാരികമായിട്ട് അല്പം സന്തോഷം പകരുന്ന ചില അനുഭവങ്ങളുടെ സൂചന ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനും നമ്മുടെ സുഹൃത്താവും, അത് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയമാകാം, അതിലൊക്കെ ഒരു മനസ്സിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് വരുന്ന ഒരു വാരമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയം എന്ന് വെച്ചാൽ അങ്ങ് രാജയോഗം എന്നുള്ള അർത്ഥമല്ല, മുൻപുള്ള വാരങ്ങളെക്കാൾ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരാം. അതായത് പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഈ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഈ കർക്കിടക രാശിക്കാർക്ക് ഈ മിക്സഡ് റിസൾട്ട്സാണ്. കാരണം ശനിയുടെ ആ ഒരു സ്ഥിതി ഒട്ടും നല്ലതല്ല. അത് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും എന്ത് ഭാഗ്യം വരുന്നത് പകുതി വഴിയിൽ തടസ്സപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഭാഗ്യാധിപന് ബലമുണ്ടെങ്കിൽ, ഭാഗ്യസ്ഥാനത്ത് ശുക്രനോ ഏതെങ്കിലും ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായിട്ടും തന്നെ വന്നു ചേരും. അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഈ വാരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. പുതിയൊരു ജോലിക്കുള്ള സാധ്യത, ജോലിയിൽ ഉയർച്ച അല്ലെങ്കിൽ പ്രമോഷൻ, സാലറി അരിയേഴ്സ് വന്നു ചേരാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് അരിയേഴ്സോ എന്തെങ്കിലും DA അരിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം സാമ്പത്തികമായിട്ട് ഇൻ അഡീഷൻ ടു ദി റെഗുലർ ഇൻകം വരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രണയ സാധ്യത, ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സ് വരാനുള്ള ഭാഗ്യം, ബിസിനസ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുക, ഇങ്ങനെയുള്ള ധാരാളം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ വാരം കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. ഈ അഷ്ടമവുമായിട്ട് ബന്ധപ്പെട്ടത് ശാപഹാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നാഗപ്രീതി, ജീവശക്തി വരുവാനായിട്ട് നാഗപ്രീതി, നാഗക്ഷേത്ര ദർശനം, ആയില്യത്തിന് 100 പാലും ഇവയൊക്കെ നൽകിക്കൊള്ളുക. എല്ലാ തരത്തിലും ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഓം നമഃ ശിവായ.
108 പ്രാവശ്യം കിഴക്ക് ദർശനമായി നിവർന്നിരുന്ന് ജപിച്ചോളൂ. ആ മഹാദേവൻ്റെ രൂപം മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ആരോഗ്യപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും, കുടുംബത്തിന് ഐശ്വര്യം വരും, ധാരാളം പണം വരുന്നൊരു സാഹചര്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. ചില മാർഗങ്ങളിലൂടെ പണം വന്നു ചേരുവാനും അത്യാവശ്യത്തിന് അത് ഉപകരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വലിയ ബാധ്യതയൊക്കെ കടമൊക്കെ ഉള്ളവർക്ക് അതല്പം കുറയ്ക്കുവാനുള്ള സാഹചര്യം, അതായത് പുതിയ ലോണോ പുതിയ ചിട്ടിയോ ഒക്കെ ലഭിക്കുവാൻ, വ്യക്തികളിൽ നിന്ന് സഹായം ലഭിക്കുവാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ സോഴ്സിൽ നിന്ന് സഹായം ലഭിക്കുവാനൊക്കെയുള്ള ഒരു ഭാഗ്യം ഉള്ള വാരമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പഴയ ബാധ്യതയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ശനി അത്ര അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ അനുഭവങ്ങൾ വരാം. ബാധ്യത കൂടാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പുതിയ ലോണൊക്കെ എടുക്കുക, അത് വ്യക്തികളിൽ നിന്ന് ലോൺ എടുക്കുക, ഇതൊന്നും നല്ല സമയമല്ല വാരം. അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. തൽക്കാലം കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് വ്യക്തികളിൽ നിന്നൊക്കെ ഇപ്പോൾ ലോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റീപേയ്മെൻറ്റിലൊക്കെ വലിയ തടസ്സം ഉണ്ടാകുകയും മനസ്സിന് പിന്നീട് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഈ വാരം ചെറിയ ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നതായിട്ടും കുറച്ച് വരുമാനം കൂടുതൽ വരാനും ഒക്കെയുള്ള യോഗമുണ്ട്. ജോലിയിൽ എന്തെങ്കിലും തരത്തിൽ മെച്ചമായിട്ടുള്ള അനുഭവം, ഒന്നുകിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ കുറച്ചുകൂടി അധികാരപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പേ ഉള്ള ഒരു പാക്കേജ് ലഭിക്കുവാനുള്ള യോഗം, ഇവയൊക്കെ ഈ വാരം കാണുന്നു. അതിനായിട്ട് ശ്രമിക്കാവുന്നതാണ്. എന്നാൽ ജോലി ലഭിക്കുന്നതിൽ ആദ്യമായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പൂർണ്ണമായും അനുകൂലമല്ല എങ്കിൽ തന്നെയും പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ശനിപ്രീതിയാണ് അത്യാവശ്യം വരുത്തേണ്ടത്. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും അവിടെ നീരാജനവും കഴിപ്പിക്കുക. കഴിയുമെങ്കിൽ പണം ചെലവാക്കി നീരാജനം കഴിപ്പിക്കാൻ. ദിവസവും ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം 5 പ്രാവശ്യം ജപിച്ചോളൂ. ശനിയാഴ്ചകളത് 18 പ്രാവശ്യവും ജപിച്ചോളൂ. പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അവിചാരിതമായിട്ട് ചില ചിലവുകൾ വരാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ സ്വന്തം ശരീരത്തിന് തന്നെ ചെറിയ പ്രയാസങ്ങളോ ഒക്കെ വരുന്നത് കൊണ്ടുള്ള അധിക പണച്ചെലവും അതുകൊണ്ടുള്ള ഒരു ടെൻഷനും, പ്രത്യേകിച്ച് ബാധ്യതയുള്ളവർക്കാണെങ്കിൽ ഇത് ടെൻഷൻ കൂട്ടാം, അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻസ് ഒഴിവാക്കാനായിട്ട് ശനിപ്രീതി വരുത്താൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഭദ്രാപ്രീതി കൂടി വരുത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കോളും. ഭദ്രകാളി പ്രീതിയാണ് വരുത്തേണ്ടത്. ഭദ്രകാളി സ്തോത്രം ജപിക്കാം. ഭദ്രാംബിക സ്തോത്രം എന്ന് പറയും, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അതുപോലെ ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന കഴിപ്പിച്ചോളൂ. എല്ലാ സൂചനകളിൽ ഈ പ്രയാസങ്ങൾ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബാംഗങ്ങൾക്ക് ഉയർച്ചയും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങളിൽ തടസ്സം വരുന്നതായിട്ട് അനുഭവപ്പെടാം ഈ വാരം എന്നുള്ളതാണ്. കഴിഞ്ഞ വാരവും ഏതാണ്ട് ഇതുപോലെ തന്നെ തടസ്സങ്ങൾ ഏറിയിരുന്നിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാത്തത് കൊണ്ടുള്ള ടെൻഷൻ, അങ്ങനെ വരുന്ന ടെൻഷൻ ഒരുപക്ഷെ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടെൻഷൻ വരുന്ന സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം പലപ്പോഴും തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഒരു ബ്രാഞ്ചിങ് ഔട്ട്, അല്ലെങ്കിൽ ഒന്ന് വൈഡൻ ചെയ്യുക, വിപുലീകരിക്കുക, അതിനൊന്നും പറ്റിയൊരു സമയമല്ല. പുതിയ ലോൺ എടുത്ത് ബിസിനസ് ഒന്ന് ബെറ്റർ ആക്കുവാനും പറ്റിയ സമയമല്ല. അപ്പോൾ ലോണോ അല്ലെങ്കിൽ ചിട്ടിയോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ അത് പഴയ ബാധ്യതയോ കടമോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് സെറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് വരുത്തുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അല്ലാണ്ട് ബിസിനസ്സിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് പറ്റിയ ഒരു കാലമല്ല. ഷെയർ ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസ്കി ആയിട്ടുള്ള ബിസിനസ്, ഇതിനൊന്നും അത്ര നല്ല സമയമില്ല. എന്നാൽ ചെറിയ കച്ചവടക്കാർക്ക് ആശ്വാസത്തിനുള്ള വകയുണ്ട്. സെയിൽസൊക്കെ ബെറ്റർ ആകാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ആയാലും ചെറിയ കച്ചവടം നടത്തുന്നവരായാലും ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്പം ഒന്ന് സെയിൽസ് ബെറ്റർ ആകുന്നത് കൊണ്ട് മനസ്സിനൊരു ആശ്വാസം വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പുതിയ ബാധ്യതകൾ വരുത്തി വയ്ക്കുവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വീട്ടിലെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങുക, അല്ലെങ്കിൽ പുതിയ ലോൺ എടുക്കുക, ഇങ്ങനെയുള്ള
താല്പര്യങ്ങളൊക്കെ വരാം. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാനുള്ള ഒരു ടെൻഡൻസി വരാം. ഔട്ടിങ്ങോ പിക്നിക്കോ ട്രിപ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും അഡീഷണൽ അൺനെസസറി അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത എക്സ്പെൻസസ് ഒക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കാരണം നമുക്ക് ബാധ്യതയുള്ള സമയത്ത് തന്നെ കൂടുതൽ ബാധ്യത ഉണ്ടാക്കി വയ്ക്കുവാനുള്ളൊരു ടെൻഡൻസി പലർക്കും കണ്ടുവരാറുണ്ട് അനുകൂലമല്ലാത്തൊരു കാലത്ത്. അപ്പോൾ കൂടുതൽ ബാധ്യത നമുക്ക് ഇപ്പോൾ നല്ല ഒരു അവസരമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരുന്ന ഒരു കാലമാണ്. അത് പൊതുവേ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറുണ്ട്. ചില ഗ്രഹസ്ഥിതിയൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ നമ്മൾ ബാധ്യതയിലാണെങ്കിൽ പോലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പോവുകയും റോങ് ഡിസിഷൻ മേക്കിംഗ് നടത്തുകയും കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്നുപെടുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു പ്രത്യേകം നിയന്ത്രണം വേണം. അഡീഷണൽ അൺനെസസറി എക്സ്പെൻസസ് കഴിയുന്നതും കുറയ്ക്കുക. അതുപോലെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഒരാളെ വ്യക്തിയെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിനൊന്നും പറ്റിയ സമയമേ അല്ല. അതിലൊക്കെ ഒരു നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്ന് മാത്രമല്ല, ഓഫീസിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്തെങ്കിലും ഇൻക്രിമെൻ്റ് അരിയാസോ അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയൽ എവിടെയെങ്കിലും ആണ് ബില്ല് മാറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. നാച്ചുറൽ കോഴ്സിൽ വന്നോളും കാര്യങ്ങൾ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലിരുന്നാൽ കാര്യങ്ങൾ ശരിയായിട്ട് വരാനായിട്ട് അല്പം ഒരു ബുദ്ധിമുട്ട് കാണുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം അറിയുക. വൈകാരികമായിട്ട് പ്രയാസങ്ങൾ വരാതെയും ശ്രദ്ധിക്കണം. ഓഫീസിലായാലും ഗൃഹത്തിലായാലും അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അഭിപ്രായം പറയുക, അന്യരുടെ കാര്യങ്ങളിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാലും ഇടപെടുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ പുഞ്ചിരിയിൽ ഒതുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു സമീപനമായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. ദൂരയാത്രയോ അസമയത്തുള്ള യാത്രയോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രായമായവർ അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്നുള്ള ആഹാരം, പ്രത്യേകിച്ച് ഒരു പ്രായം കടന്നവർ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ അല്ലെങ്കിൽ ഡൈജഷനും സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവർ അത് പ്രത്യേകിച്ച് ഒഴിവാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, അഡ്വഞ്ചറസ് ട്രിപ്സിനും പറ്റിയൊരു സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രീകൃഷ്ണ പ്രീതി ധാരാളം മതി. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ കഴിപ്പിക്കുക. ഒരു താമര പൂവോടെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ 5 പ്രാവശ്യം. വ്യാഴാഴ്ചകളിൽ ബുധനാഴ്ചയും അത് 18 പ്രാവശ്യം ജപിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി ഭഗവാൻ ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരും. മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ സാഹചര്യം ഒരുക്കിത്തരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ നമ്മൾ പ്രായോഗികമായിട്ടുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് വേണ്ടപ്പെട്ടവരുടെ ശ്രമം കൊണ്ട് വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഈ ശ്രമം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. നമുക്ക് അനുകൂലമല്ലാത്തൊരു കാലത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ നമ്മൾ ശ്രമിക്കാണ്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ തോന്നും പലപ്പോഴും. അത് കുട്ടികളോട് ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ ചെയ്യുന്ന പോലെയാണ്. സ്കൂളിലായാലും അതൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചോളും. അങ്ങനെയല്ല. നമുക്കത്ര അനുകൂലമല്ലാത്ത ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകെട്ട് അത്ര നമ്മുടെ ഒരു അക്കാഡമിക് ലൈനിലുള്ള കൂട്ടുകെട്ട് അല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അതാണ് സാമീപ്യം, സൗഹൃദം എന്നൊക്കെ പറയുന്നത്. വിദ്യാർത്ഥികൾ ഈ കാലം പഠന കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് കഴിയുന്നതും കുറച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വിനോദത്തിന് നമുക്ക് അലോട്ട് ചെയ്യുന്ന ടൈം ഒന്ന് കുറച്ചോളൂ. പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലി ലഭിക്കുവാൻ, ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാകുവാൻ ക്വാളിഫൈഡ് പീപ്പിളിന് സാധിക്കുന്ന ഒരു കാലമാണ്. പുതിയ ബിസിനസ്സിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. ഇപ്പോഴുള്ള ബിസിനസ് അല്പമൊന്ന് വിപുലീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ചിട്ടി മുതലായ സോഴ്സിൽ നിന്നോ പണം ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. വസ്തുവിൻ്റെ ക്രയവിക്രയം, വിൽക്കുക, വാങ്ങുക, ഇതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ
പുതിയ വാഹനം വാങ്ങാനുള്ളൊരു താല്പര്യം വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എന്നാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പഴയ ബാധ്യതയുണ്ടെങ്കിൽ ഈ വാഹനം വാങ്ങുന്നതും എക്സ്ചേഞ്ചും ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ക്ലോസ് സ്ക്രൂട്ടിനിയോടുകൂടി മാത്രമേ വാഹനം വാങ്ങാവൂ, അല്ലെങ്കിൽ വസ്തു വിൽപ്പന വാങ്ങുക ഇവ നടത്താവൂ. കാരണം പിന്നീട് ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ പ്രായമായവരിൽ ഈ വാരം ഈ അകാരണമായിട്ടുള്ളൊരു ടെൻഷൻ, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അല്ലാണ്ട് ഒരു ടെൻഷൻ, ഉറക്കത്തിനൊരു കുറവ്, അല്ലെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ എന്താ മനസ്സിനൊരു സമാധാനക്കുറവുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകുക. ഇതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. കാരണമില്ലാതെയുള്ള ഒരു ടെൻഷൻ, ചെറിയ ചെറിയ കാരണങ്ങൾ മതി മനസ്സിന് വലിയ ടെൻഷൻ വരാം. ഇതങ്ങോട്ട് പരിഹരിക്കാനായിട്ട് നാരായണീയ പാരായണം നടത്തിക്കോളൂ. ദിവസവും കിഴക്ക് ദർശനമായി നിവർന്നിരുന്ന് നാരായണീയ പാരായണം നടത്തുക. നാരായണീയ ശ്രവണം വളരെ നല്ലതാണ്. അടുത്ത അമ്പലങ്ങളിൽ നാരായണീയ പാരായണം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കുക എന്നുള്ളതാണ് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ സാമ്പത്തികമായിട്ടും അല്പം മെച്ചം ഈ വാരം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ടത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. വിവാഹകാര്യങ്ങളിൽ നമ്മുടെ ശ്രമം കൊണ്ട് വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില പാർട്ടി കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ കണ്ടുമുട്ടുക, ഇതിനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പൊതുവേ കാര്യങ്ങൾ അനുകൂലമായി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. പൊതുവെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും വരുന്നതായിട്ട് അനുഭവപ്പെടാം. കഴിഞ്ഞ വാരവും പൊതുവെ കാര്യങ്ങളിൽ അല്പം ഒരു തടസ്സം വരിക, അതായത് ലോണൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ വരാം. ഇങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പണം വരണമെന്നില്ല, സെയിൽസ് വരണമെന്നില്ല. ചില വ്യക്തികളെ കൊണ്ട് നമ്മളിങ്ങനെ പലപ്പോഴും പ്രതീക്ഷയോടുകൂടിയിരിക്കും അത് ശരിയാകും എന്ന് ധരിച്ചിട്ട്, പലപ്പോഴും അതും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ല എന്നുള്ളത് ആകെ ഒരു ആത്മവിശ്വാസക്കുറവ് വന്നിരിക്കാൻ കഴിഞ്ഞ വാരങ്ങളിലൊക്കെ. അത് അല്പം ഒന്ന് മെച്ചമാകും ഈ വാരം. അതായത് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഒരു ശ്രമം വേണം. അതിനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈക ദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം എന്ന് ആരംഭിക്കുന്ന ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. നമുക്കൊരു പ്രകാശം വരും. ആ വഴി ഒക്കെ നമുക്ക് കാണാനായിട്ടുള്ള ഒരു പ്രകാശം, പുതിയൊരു വഴി, പുതിയൊരു മാർഗം തുറന്നു വരും. വിദ്യാർത്ഥികൾക്കും ഈ പഠനത്തിലുള്ള ഒരു ലക്ഷ്യബോധമില്ലായ്മ, ഒരു ഫോക്കസ്, ലൂസിങ് ഫോക്കസ് നമ്മൾ പറയുമല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. ശരീരത്തിനൊരു ക്ഷീണമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. ആദിത്യ ഹൃദയ സ്തോത്ര ജപം കൊണ്ട് ഒരു ശ്രദ്ധ, കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കും. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട്. ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലും ഒരു സൊല്യൂഷൻ, ഒരു മാർഗ്ഗം ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ വന്നിരിക്കുന്ന തടസ്സങ്ങളിലും കാര്യമായിട്ടുള്ള കുറവ് ഈ പ്രാർത്ഥന കൊണ്ടുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇമോഷണൽ മാറ്റേഴ്സിൽ, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലൊരു തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ല. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കേണ്ട ഒരു കാലമാണെന്നും അറിഞ്ഞിരിക്കുക. അത് വളരെ പ്രധാനമാണ്. കൂട്ടുകെട്ടൊക്കെ ഒന്ന് കുറയ്ക്കണം. വിനോദത്തിനുള്ള സമയം കുറച്ചോളൂ. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച വരും. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ, മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് അത് വിജയത്തിലെത്തിക്കുവാൻ ഭഗവാൻ സഹായിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തൽക്കാലം വേണ്ട. അതായത് ഷെയർ മാർക്കറ്റോ ഷെയർ ട്രേഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അല്പം ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. റിസ്കി ആയിട്ടുള്ള ആർക്കെങ്കിലും പണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമല്ല. പ്രാർത്ഥന കൊണ്ടും ഭദ്രകാളി ക്ഷേത്ര ദർശനം കൊണ്ടും പ്രയാസങ്ങളൊക്കെ തന്നെയും കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. അങ്ങനെ കുടുംബത്തിന് മനസ്സിൽ, കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
യാത്രാ അലച്ചിൽ ചെറിയ ക്ലേശമൊക്കെ വരാം. ആഡംബരങ്ങൾക്ക് പുതിയ വസ്ത്രം, ആഭരണം ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. അത് വേണം, ഈ കാലത്ത് അത് വേണം. കൂടുതൽ അട്രാക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് ഈ പഞ്ചമ വ്യാഴം എന്നൊക്കെ പറയും, നമുക്ക് അവസരങ്ങളിങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള കാര്യത്തിനായാലും, അതായത് ഒരു ബെറ്റർ പ്ലേസ്മെൻറ്റിലായാലും ഇൻ്റർവ്യൂവിനായാലും നമ്മുടെ പ്രസൻറ്റിങ് അവർ സെൽസ് എന്ന് പറയുമല്ലോ, നമ്മുടെ ആ ഡ്രസ്സ്, നമ്മുടെ വേ ഓഫ് തോട്ട്, നമ്മുടെ വേ ഓഫ് സ്പീക്കിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വാരമായിരിക്കണം ഇത് എന്നുള്ളതാണ്. ഏതവസരം കിട്ടിയാലും ഇൻ്റർവ്യൂസിന് പോവുക, ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഒരു സാഹചര്യം, അലേർട്ടായിട്ടിരിക്കണം. എവിടെ ഒരു വേക്കൻസി അറൈസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാലമാണ്. കാരണം ആ വേക്കൻസീസ് അറൈസ് ചെയ്യും, നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ വിജയത്തിലെത്തും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അതിന് എഫർട്ട് എടുക്കാം. എന്ന് വെച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല. കൂടുതൽ പലപ്പോഴും ഈ ബാക്ക് ഡോർ എൻട്രി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കൂടുതൽ കാശൊക്കെ കൊടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കാം. അതിനൊന്നും പറ്റിയ ഒരു സമയമല്ല എന്നുള്ള കാര്യം അറിയാം. എന്നാലും നേട്ടങ്ങളുണ്ടാകാം. കുടുംബത്തിൽ എന്തോ ഒരു വൈകാരികമായിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിൽ ആയില്യത്തിന് 100 പാലും നൽകുക. ഒരു എനർജിയൊക്കെ വരാനായിട്ട്, അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, അതായത് ചില വർഷങ്ങളിൽ ഒക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഊർജ്ജസ്വലത വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ വണങ്ങുക, നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശ്രീ നാഗരാജ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ശ്രീ നാഗരാജ ഗായത്രിയുണ്ട്, അത് 9 പ്രാവശ്യം ദിവസവും ജപിക്കുക. ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും ആ ഊർജ്ജം തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിലെത്തിക്കുവാനും ഒക്കെയുള്ളൊരു ഭാഗ്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. തിരക്കേടില്ലാത്ത ജോലിയോ അല്ലെങ്കിൽ പുതിയൊരു പ്ലേസ്മെൻറ്റോ ഒക്കെ വരാനുള്ള ഭാഗ്യവും ഈ പ്രാർത്ഥന കൊണ്ടും സമർപ്പണം കൊണ്ടും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം ആവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ജീവിതത്തിൽ പല മാറ്റങ്ങളുടെയും സൂചന വ്യക്തമായിട്ട് ലഭിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. നേട്ടങ്ങളുടെ സൂചന, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത് അല്പമൊന്ന് കുറയുവാനോ അത് നിയന്ത്രണത്തിൽ, അത് കൺട്രോൾഡ് ആക്കുവാനോ ഉള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റിനൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സീനിയേഴ്സിന് പ്രത്യേകിച്ചും അവരുടെ അതൊക്കെ ഒന്ന് നിയന്ത്രണത്തിലാക്കുവാനും അതുകൊണ്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടി പെരുമാറുവാനും ഭാഗ്യമുള്ള ഒരു കാലം ആരംഭിക്കുകയാണ്. ഈ കാലം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരുടെ മടി, പഠിക്കാനുള്ള താല്പര്യക്കുറവ്, ഒരു ലാക്ക് ഓഫ് ഫോക്കസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിലൊരു മാറ്റമുണ്ടാകുന്ന വാരമായതുകൊണ്ട് അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റർ അവിടെയൊക്കെ പോവുകയും നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അച്ഛനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അങ്ങനെ വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വിജയം എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കാര്യമായിട്ട്, അതായത് നമ്മൾ നെസസറി ഹെൽപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മൾ ധരിക്കും നമുക്ക് എല്ലാം അറിയാം, ഏത് ഏരിയ എല്ലാ ഏരിയയും ഒരുപോലെ പഠിക്കണം, അങ്ങനെയല്ല. നമ്മൾ അതിനകത്തൊരു എക്സ്പേർട്ടിന് അറിയാം എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. അതിനാണ് കോച്ചിങ് സെൻറ്ററൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കോച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ ടീച്ചിങ് സെൻറ്റേഴ്സിൽ പോവുകയും ഒരു ട്രെയിനിങ് ലഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓറിയൻറ്റേഷനോടുകൂടി പഠിക്കുവാനോ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത വാരമാണ്. പ്രണയമൊക്കെ വിവാഹത്തിലെത്താനുള്ള ഒരു ഭാഗ്യമുണ്ട്. നമുക്ക് ജാതകം ചേരുന്ന ജാതകമോ അല്ലെങ്കിൽ ഏത് നമ്മുടെ ഒരു സ്ഥാനതുല്യത എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലുള്ള വിവാഹാലോചനകളൊക്കെ വരാനുള്ള ഭാഗ്യമുള്ള ഒരു വാരമാണ്. എന്നാൽ ആ നിശ്ചയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ വരാം. തീരുമാനമെടുക്കുന്നതിൽ പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വിവാഹാലോചനകളിൽ അവിടുന്ന് മറുപടി ലഭിക്കാത്തത് കൊണ്ടുള്ളൊരു ടെൻഷൻ, ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ വരുവാനും സാധ്യതയുള്ള വാരമാണ് എന്നുള്ളതുകൊണ്ട്. കാരണം 7 ശനി പൂർണ്ണമായിട്ടും എൻ്റെ ദോഷം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശനിപ്രീതി അത്യാവശ്യം വരുത്തണം എന്നുള്ളതാണ്. ശനിപ്രീതി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനി വണങ്ങുക, അവിടെ പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ കഴിപ്പിക്കുക. ദിവസവും ശനി സ്തോത്രം ജപിക്കുക.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ശനിപ്രീതി വരികയും അപ്പോൾ അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ്സിൽ ബെറ്റർ റിട്ടേൺസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അല്പം എന്ന് വെച്ചാൽ അങ്ങ് വലിയ ഭാഗ്യം വരുന്നുള്ളതല്ല. മുൻകാലത്തുണ്ടായിരുന്ന ഈ ആവർത്തിച്ചുള്ള തടസ്സം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയാകാണ്ടിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരു ചെറിയ മാറ്റമാണ്. പലതിലും തടസ്സം തുടരാം. എന്നാൽ ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന സൂചനകൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലി മാറുവാൻ പറ്റിയ ഒരു വാരമല്ല. അതാണ് പ്രത്യേകം. ഈ MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരാം. എന്നാൽ ജോലി മാറുന്നത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ബിസിനസ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഉയർച്ചയ്ക്കുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരും. ഈ സമയമാണ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട പുതിയ പാർട്ട്നേഴ്സ്, പുതിയ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ, അതൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകും. ഇൻ്റലിജൻ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന, എപ്പോഴും ഈ പ്രോഗ്രാമിൽ പറയാറുണ്ട്, നമ്മൾ ശരിക്കും ആചാര്യസ്ഥാനീയർ, ഇതിലെ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ്, പിന്നെ കാരണവസ്ഥാനീയർ, ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഒക്കെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധി, ദൈവാധീനവും കൂടി അതിൽ കലർത്തി നമ്മൾ ഒരു ഓറിയൻറ്റേഷനോടുകൂടി മുന്നോട്ട് പോവുക. വിജയിക്കുവാനുള്ള ഭാഗ്യം വരും. ശനിപ്രീതിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ശനിപ്രീതിയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. എല്ലാ ദിവസവും ജപിച്ചുകൊള്ളുക. പ്രയാസങ്ങളൊക്കെ നീങ്ങി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയമില്ല. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ കാര്യങ്ങളിൽ ഒരു ഇങ്ങനെ ആവർത്തിച്ചൊരു തടസ്സം വരുന്നതുകൊണ്ട് ആത്മവിശ്വാസമൊക്കെ അല്പം ഒന്ന് കുറയുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ചിലപ്പോൾ അകന്നു പോകാനോ അല്ലെങ്കിൽ നമ്മുടെ സംസാരം, പ്രവൃത്തി ഇതുകൊണ്ട് വേണ്ടപ്പെട്ടവർ അകന്നു പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ കൺട്രോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം അഭിപ്രായം പറയുക. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വിൽ കട്ട് എ സോറി ഫിഗർ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ഇടപെട്ട് ഒരു പക്ഷേ നമുക്ക് തന്നെ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാം. വസ്തുവിൻ്റെ ക്രയവിക്രയം, അതായത് ലാൻഡ് ട്രാൻസാക്ഷൻസ്, വിൽക്കുക വാങ്ങുക, അതിന് പറ്റിയ സമയമേ അല്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. അതുപോലെ ഫ്ലാറ്റിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കറക്റ്റാണോ, ശരിക്കും അത് അവൈലബിൾ ആകുമോ, ഏതൊക്കെ നമ്മൾ നോക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു റിട്ടേൺസും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത. ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കഴിയുന്നതും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ വാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വളരെ അപൂർവമായിട്ട് മാത്രം, അത് ഭാഗ്യാധിപനൊക്കെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ജാതകമുള്ളവർക്ക് മാത്രം സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്നൊരു കാലമാണ്. ചിലവ് അങ്ങേയറ്റം നിയന്ത്രിക്കുക. അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസസ്, ആഡംബരങ്ങൾ, പിക്നിക്ക് അല്ലെങ്കിൽ ഔട്ടിങ്, ഇതൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. അങ്ങനെ അല്പം ഒരു ക്യാഷ് നമ്മൾ റിസർവിൽ ഉണ്ടാക്കണം. കാരണം അത്യാവശ്യം ഈ വാരം വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. ശിവപ്രീതി അത്യാവശ്യമാണ്. അടുത്ത ശിവക്ഷേത്രത്തിൽ ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഓം നമ ശിവായ ദിവസവും 108 പ്രാവശ്യം ജപിക്കുക. കഴിയുമെങ്കിൽ അടുത്ത ക്ഷേത്രത്തിൽ ഒരു 108 കലശം ജലധാര ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും കഴിപ്പിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ അങ്ങനെ അങ്ങോട്ട് നീങ്ങും. ഓം നമ ശിവായ ജപം കൊണ്ട് പൊതുവേ വരുവാൻ സാധ്യതയുള്ള വ്യക്തികളെക്കൊണ്ടും സാഹചര്യങ്ങളെക്കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ അലിഞ്ഞങ്ങ് പൊക്കോളും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ടൊരു മെച്ചമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് ചെന്നെത്തുവാനുള്ള ഭാഗ്യം മഹാദേവൻ ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്ന ഒരു വാരമാണെന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് അല്പം പണമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ ചിട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ലോണായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അൺഎക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഉണ്ടാക്കി. ഷെയറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തണം എന്നുള്ളതല്ല, അതിൽ നിന്ന് റിട്ടേൺസ് വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ കുടുംബസ്വത്താകാം, കുടുംബസ്വത്ത് ലഭിക്കുക, കുടുംബത്തിൽ നിന്ന് വരുമാനം വരിക, സന്തതി ഭാവത്തിൽ നിന്നും സന്തതിക്ക് ബെറ്റർ സാലറി കിട്ടുക, അല്ലെങ്കിൽ ജോലി കിട്ടുക, ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകുക, ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക, ഇതിനൊക്കെയുള്ള ഭാഗ്യവും കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എന്നാൽ അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വരാം.
എന്നുള്ളതുകൊണ്ടൊരു ശ്രദ്ധ വേണം. ഔട്ടിങ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നതൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഈ ഒരു പ്രായമായവർ ഈ ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് കൺട്രോൾഡ് ആക്കണം എന്നുള്ളതാണ്. ബി പി, ഡയബറ്റിക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കിന്നിൽ എറപ്ഷൻസ് അങ്ങനെയുള്ള പ്രയാസങ്ങളും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങളും ഒക്കെ വരുന്ന വാരമായതുകൊണ്ട് അതിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. റൈറ്റ് ടൈം മെഡിക്കൽ എയ്ഡ് എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ എയ്ഡ് എടുക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കുറയ്ക്കുവാനും കാര്യമായിട്ട് ഉയർച്ച ജീവിതത്തിൽ വരുവാനും അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്നത് ഒഴിവാക്കാനുമൊക്കെ ആയിട്ട് നാഗപ്രീതി അത്യാവശ്യം. അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് 100 പാലും നൽകുക, നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതായത് മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗരമ്മൻ കോവിൽ, ഇങ്ങനെ അമ്മയുടെ ഒരു ധാരാളം നാഗക്ഷേത്രങ്ങളുണ്ട്, മഹാനാഗക്ഷേത്രങ്ങൾ. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. ശരിക്ക് നമ്മൾ അതിൻ്റെ ഗായത്രി ജപവും, നാഗരാജ ഗായത്രി ജപം, നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാ 9 പ്രാവശ്യം ജപിച്ചോളൂ ദിവസവും, കിഴക്ക് ദർശനമായിട്ട് രാവിലെയും വൈകുന്നേരവും. പ്രയാസങ്ങളൊക്കെ നീങ്ങും. മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും ഒരു ഊർജ്ജസ്വലതയും ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ എനർജി പല കാര്യങ്ങളിലും നമ്മളെ വിജയത്തിലെത്തിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകൾ ഇവിടെ പറഞ്ഞു. പരിഹാര നിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം. അതിന് കാരണവും പറഞ്ഞു. ഗ്രഹങ്ങളെ നമ്മൾ ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദേവതമാരുടെ ആ ഒരു യാത്ര 12 രാശികളിലുള്ള ഒരു യാത്ര അനുസരിച്ച് നമുക്ക് കിട്ടുന്ന സൂചനകൾ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ അതിന് പരിഹാരമായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും ജപമാണ് ഏറ്റവും പ്രധാനം, മുന്നോട്ട് പോകുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കാര്യമായിട്ട് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. ഇതുമാത്രമല്ല, ശുഭഫലങ്ങൾ തടസ്സമില്ലാതെ വരുത്തുവാനായിട്ടും ഇത് വളരെയധികം സഹായിക്കും. അങ്ങനെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആരോഗ്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാമിൽ ഇനി അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഈ മെയിൽസിനുള്ള റിപ്ലൈ ആണ്. ഈ പ്രോഗ്രാമിൽ മെയിൽ അയക്കാം. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം. പരിഹാരത്തിനായിരിക്കും പ്രാധാന്യം. നേരത്തെ പറഞ്ഞ പോലെ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, എവിടെ നിന്നാണ് എഴുതുന്നത്, പൂർണ്ണമായിട്ടുള്ള പേര് ഇവയുണ്ടായിരിക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത മെയിൽസിനാണ് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുന്നത്. ഇനി മെയിൽ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ മെയിൽ ശ്രീമതി മഞ്ജു നമ്പ്യാർ, കോട്ടയ്ക്കലിൽ നിന്നാണ്. കോട്ടയ്ക്കലിൽ നിന്ന് ശ്രീമതി മഞ്ജു നമ്പ്യാരാണ്. മകൾ ചതയം നക്ഷത്രം, 27 വയസ്സ്, MBBS ആണ്. ഇപ്പോൾ PG എൻട്രൻസിന് ട്രൈ ചെയ്യുന്നു. വർക്കിംഗ് ഇൻ കോയമ്പത്തൂർ. വിവാഹമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ചതയം നക്ഷത്രമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 22-23 മധ്യം വരെയുള്ള കാലം എന്ന് പറയുന്ന ഒരു വിവാഹകാലമായിരുന്നു. അന്ന് ഒരുപക്ഷെ വിവാഹാലോചനയൊക്കെ വന്നിരിക്കാം. അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ വിവാഹം നടക്കേണ്ട ഒരു കാലമായിരുന്നു. 23 മധ്യത്തിന് മുമ്പ് തന്നെ വിവാഹം നടക്കാനുള്ളൊരു യോഗം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മെച്ചമായിട്ടുള്ള കാലം വരുന്നത് 2025 മെയ് മാസം മുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. 2025 മെയ് മാസം മുതൽ 11 മാസത്തിന്, അതായത് 2026 മധ്യം കഴിയുന്നതിന്, അതായത് മെയ് ജൂൺ കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. വലിയ ദോഷങ്ങളൊന്നും ജാതകത്തിൽ കാണുന്നില്ല. പാപജാതകമല്ല. 7ലേക്ക് ശനിദൃഷ്ടിയുണ്ട്. അതുകൊണ്ടാണ് വിവാഹം വൈകുന്നത് എന്നുള്ള കാര്യം. ഇനി അധികം വൈകിക്കേണ്ട കേട്ടോ. കാരണം അങ്ങനെയുള്ള ചില സന്തതി ഭാവം ഒന്ന് ശക്തിപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് നാഗരാജ ക്ഷേത്ര ദർശനം അത്യാവശ്യം. നാഗരാജ ക്ഷേത്ര ദർശനവും പാലക്കാട് തന്നെയുണ്ട്. നിങ്ങളുടെ കോട്ടയ്ക്കലിനടുത്ത് തന്നെ ഉണ്ട് നാഗക്ഷേത്രങ്ങൾ. അവിടെ ദർശനം നടത്തിക്കോളൂ കേട്ടോ. കഴിയുന്ന ആയില്യങ്ങൾക്കും പഞ്ചമിക്കും, മാസം തോറും വരുന്ന പഞ്ചമിക്കും നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. വിവാഹം നടക്കും. നല്ല വിവാഹമായിരിക്കും. അതിനുശേഷം കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നെ ശനിപ്രീതി വരുത്തണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അതുകൂടി അറിഞ്ഞിരിക്കുക. ശനിപ്രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, ധർമ്മശാസ്ത്ര സ്തോത്രം ജപിച്ചുകൊണ്ട് ശനിയാഴ്ച ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. നല്ല വിവാഹം കിട്ടും. നല്ല ഒരു സ്ഥാനത്ത് എത്തുകയും ചെയ്യും. സന്തോഷമായിരിക്കും. ഇനി കുമാരി ശ്രീരഞ്ജിനി പോവായി,
M.Tech MNCയിൽ വർക്ക് ചെയ്യുന്നു. പൂയം നക്ഷത്രമാണ് എന്നുള്ളതാണ്. 31 വയസ്സായി. സംഗീതം 4 വയസ്സ് മുതൽ അഭ്യസിച്ചു വരുന്ന സംഗീതം 4, എന്നാൽ സംഗീത രംഗത്ത് കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും വന്നിട്ടില്ല. സിനിമയിൽ പല പ്രൊഡ്യൂസേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒക്കെ അപ്രോച്ച് ചെയ്തു. വളരെ നല്ല ഗായികയാണെന്ന് അവരൊക്കെ പറഞ്ഞുവെങ്കിലും എനിക്ക് അവസരം ലഭിച്ചു. ഒരവസരം ലഭിച്ചുവെങ്കിലും സിനിമ പുറത്തു വന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. സിനിമ അങ്ങനെയുള്ള മേഖലകളിൽ ഉയർച്ചയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സംഗീത രംഗത്ത് ഉയർച്ചയുണ്ട്. ഇവിടെ ശനിബന്ധം ഉള്ളതുകൊണ്ട് ശുക്രന് എന്ന് മാത്രമല്ല ഭാഗ്യസ്ഥാനത്തും ശനിബന്ധം വരുന്നതുകൊണ്ട് എല്ലാ ഭാഗ്യവും വൈകി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതെന്തായാലും വിവാഹമായാലും സന്തതി ഭാഗം, ജോലി, ഇങ്ങനെയുള്ള ഈ കലാരംഗത്ത് ഉയർച്ച. ശുക്രനുമായിട്ട് ശനി ബന്ധപ്പെടുന്നതുകൊണ്ട് കലാരംഗത്തും ഉയർച്ച അങ്ങോട്ട് തടസ്സപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് മൂകാംബികയിൽ ഭജനം ഇരിക്കുക. 3 ദിവസം അവിടെ ഭജനം ഇരിക്കുക. മൂകാംബിക മഹാലക്ഷ്മി അഷ്ടകം ഭക്തിപൂർവ്വം ജപിക്കുക. അവിടെ ഇരുന്ന് ഓരോ ദിവസവും 1008 പ്രാവശ്യം വീതം ജപിക്കുക. ഇന്നു മുതൽ ആ സ്തോത്രം ജപിച്ചോളൂ. ഒരു ദിവസം 5 പ്രാവശ്യം വെച്ച്. അത് അത്യാവശ്യം. സ്തോത്രം അറിയാമല്ലോ, മൂകാംബിക മഹാലക്ഷ്മി അഷ്ടകം എല്ലാവർക്കും അറിയാവുന്ന. പൊതുവെ അവിടെ ഇരുന്ന് ജപിക്കുന്ന കലാകാരന്മാർ അവിടെ നിന്ന് ജപിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമസ്തേ ജഗദ്ധാത്രി സബ്രഹ്മരൂപേ നമസ്തേ ഹരോപേന്ദ്രധാത്രാദി വന്ദേ നമസ്തേ പ്രപന്നേഷ്ടദാനൈകദക്ഷേ. അങ്ങനെ പോവും ആ സ്തോത്രം. അതങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് സമർപ്പണ മനോഭാവത്തോടെ ജപിച്ചോളൂ. ദിവസവും അവിടെ ഇരുന്ന് ഓരോ ദിവസവും 1008 പ്രാവശ്യം. ദേവി കനിഞ്ഞ് അനുഗ്രഹിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സംഗീത രംഗത്ത് ഉയർച്ചയും വരും. പൂയം നക്ഷത്രമാണ്. ഇപ്പോൾ മെച്ചമായിട്ടുള്ളൊരു കാലം ആരംഭിക്കുകയാണ്. 2024-25 കാലം ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. ഈ സമയത്താണ് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞ് സമയം ഒട്ടും കളയാണ്ട് ഈ കാര്യങ്ങൾ പരിഹാരങ്ങൾ അനുഷ്ഠിച്ചോളൂ. ജീവിതത്തിൽ ഉയർച്ച വരും. സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീ സാംബശിവൻ തിരുവല്ല. പൂരം നക്ഷത്രം. ബിസിനസ് എല്ലാം നഷ്ടത്തിലായി എന്നുള്ളതാണ്. ബിസിനസ്, ഹോട്ടൽ, പ്രൊവിഷൻ സ്റ്റോർ എല്ലാം നടത്തി കൂടെയുള്ളവർ നഷ്ടത്തിലാക്കി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എനിക്കെന്താ പാർട്ട്ണർഷിപ്പ് ശരിയാകില്ല, എന്താണ് ഭാവി? ശ്രീ സാംബശിവൻ, പൂരം നക്ഷത്രം. ലാഭാധിപൻ വ്യയദുരിത സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് പണം എത്ര വന്നാലും കയ്യിലുണ്ടാവില്ല. അത് മിക്കവാറും ഏതെങ്കിലും വഴിക്ക് ചിലവായി പോവും. ചിലവിൽ ഒരു നിയന്ത്രണവും ഇല്ലയെന്ന് കാണുന്നുണ്ട്. പിന്നെ വേണ്ടപ്പെട്ടവരോ അന്യരോ വഴിയോ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നല്ല മനസ്സാണ് കേട്ടോ. നല്ല മനസ്സായതുകൊണ്ടാണ് അന്യരെ സഹായിക്കാനുള്ളൊരു താല്പര്യം വരുന്നത്. താല്പര്യം വരുമ്പോൾ സഹായത്തിലൂടെ പണമൊന്നു പോകും. അപ്പോൾ കുറച്ചുകൂടെ കൺട്രോൾഡായിട്ട് പ്ലാൻഡായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ബിസിനസ് അനുയോജ്യമായിട്ട് വരികയുള്ളൂ. ഈ ജാതകം അനുസരിച്ച് ബിസിനസ് അനുയോജ്യമല്ല. കാരണം ലാഭത്തിലാകും, പക്ഷേ ആ പണമൊക്കെ കയ്യിൽ നിന്ന് പോകാനാണ് സാധ്യത എന്നുള്ള കാര്യം. ഈ ഫുഡ് ഐറ്റംസ് തന്നെയാണ് സ്വന്തമായിട്ട്, അതാണ് നല്ലത് കേട്ടോ. അതാണ് ഐഡിയൽ ആയിട്ടുള്ളൊരു ഫീൽഡ്. ജലരാശി വരുന്നതുകൊണ്ട് വിദേശം കാണുന്നുണ്ട്. വിദേശത്തേക്ക് ഇനിയും പോകാം എന്നുള്ളതേ ഉള്ളൂ. ഇനിയും പോകാൻ പ്രായമായി വരുന്നു, എന്നാൽ ഇനിയും പോകാനുള്ളൊരു അവസരം വരും. ജാതകം അനുസരിച്ച് ഫുഡ് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അതിൽ കുക്കിങ്ങോ അല്ലെങ്കിൽ സപ്ലൈയോ ഒക്കെ ചെയ്യാം. ഫുഡ് ഐറ്റം സപ്ലൈ ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് ഈ ജാതകത്തിന് അനുയോജ്യമല്ല. പണം മുടക്കിയുള്ള ബിസിനസ്. എന്നാൽ വൈഫോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് വലിയ പണം മുടക്കാതെയുള്ള ബിസിനസ് തുടരാവുന്നതാണ്. എന്തായാലും ഈ വർഷം 2024 തന്നെ സാമ്പത്തികമായിട്ട് അല്പം ഉയർച്ച ഉണ്ടാവും. 3 വർഷത്തിന് ശേഷം സാമ്പത്തികമായിട്ടൊരു 27 അവസാനം 28 കാര്യമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴേ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകണം. സന്തോഷമായിരിക്കുക. ഇനി അടുത്ത മെയിൽ മിസ് ദർപ്പണ, ഉത്രാട നക്ഷത്രം. എനിക്ക് പ്രണയമുണ്ട് എന്നുള്ളതാണ് അല്ലേ. ലവ് വിത്ത് സംബഡി എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതിനകത്ത്. എൻ്റെ നക്ഷത്രം ഉത്രാടം, ബോയുടെ നക്ഷത്രം പൂയാണ്. എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? മിസ് ദർപ്പണ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ടോട്ടലി ഇൻവോൾവ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ജോബിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അത് കാരണം ഐ എം നോട്ട് ടോട്ടലി ഇൻവോൾവ്. അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല പരസ്പരം എന്നുള്ളതാണ്. എന്നാൽ ബോയ്ക്ക് എന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളതായിട്ടും കുമാരി ദർപ്പണ പറയുന്നു. പക്ഷേ എനിക്ക് ജാതകം നോക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ജാതകം നോക്കാനും പറഞ്ഞിട്ടുണ്ട്. സാധാരണ പ്രണയം ഉണ്ടെങ്കിൽ പിന്നെ ജാതകം നോക്കുന്നതിൽ എന്താ അർത്ഥമുള്ള? അപ്പോൾ ജാതകം
നോക്കണം, ഞാൻ ടോട്ടലി ഇൻവോൾവ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് പാപസാമ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു ഈശ്വരന് സമർപ്പിക്കുക. നമുക്ക് പ്രണയം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈശ്വരന് സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകും, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ പ്രണയം കാര്യമായിട്ടുണ്ടെന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടില്ല, അതായത് ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും കൊണ്ട് ജാതക പൊരുത്തം വേണ്ട രീതിയിൽ നോക്കിക്കുക. ഈ പ്രോഗ്രാമിൽ ഒരു പരിമിതി പൊരുത്തം നോക്കുമ്പോൾ ചില മാത്തമാറ്റിക്കൽ കാര്യങ്ങളെ പറയാൻ കഴിയുള്ളൂ. രാശി നോക്കുക എന്ന് പറയും. സാധാരണ നല്ല ദൈവജന്മാരെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവർ രാശി കൂടി നോക്കും. ഇങ്ങനെയുള്ളൊരു വിവാഹം ശുഭമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം അവർ അതുകൂടി നോക്കും. പ്രശ്നരാശിയിൽ ആ ഒരു വിധി കൂടെ വാങ്ങുന്നത് നല്ലതാണ് എന്ന് കാണുന്നുണ്ട്. എന്തായാലും പാപസാമ്യം ഇല്ല എന്നുള്ളതുകൊണ്ട് ജാതക പൊരുത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ജാതക പൊരുത്തം കാണുന്നില്ല. പിന്നെ ഈശ്വരൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയമുണ്ടെങ്കിൽ, അത് നല്ല പ്രണയമാണെങ്കിൽ, ഉദാത്തമായിട്ടുള്ള പ്രണയമാണെങ്കിൽ ഈശ്വരനിലെല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോകും. അതാണ് ഇവിടെ പറയാനുള്ളത്. കാരണം അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. പക്ഷെ വാക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള സൂചനയുണ്ട്. അതുകൊണ്ടാണ് പൊരുത്തത്തിൻ്റെ കാര്യം പറഞ്ഞത്, പാപസാമ്യം ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയാം. എന്തായാലും ശിവപാർവതി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ച് ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുത്തോളൂ. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. മെയിൽ അയയ്ക്കുക, ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കത്തിൽ മെയിൽ അയക്കുമ്പോൾ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പിന്നെ എവിടെ നിന്നാണ് ഈ മെയിൽ അയക്കുന്നത്, പൂർണ്ണമായിട്ടുള്ള പേര്, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.